പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നന്മയുടെ പൂർണ്ണതയാണ്. ദൈവം നന്മയുടെ പൂർണ്ണതയാണ്. നന്മയുടെ പൂർണ്ണതയായ ദൈവം ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ മനുഷ്യർക്കെല്ലാം ദൈവം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പാപകരമായ മാർഗത്തിൽ സഞ്ചരിച്ച വ്യക്തികൾക്ക് പോലും നന്മ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കിയാൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ 11 മുതലുള്ള തിരുവചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് കർത്താവ് ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നന്മ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വ്യഭിചാരം എന്ന പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിലേക്ക് പോലും പാപിനിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നന്മ കൊടുക്കുന്നു. ഇന്നും ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്തരത്തിലുള്ള അനേകം തിന്മകൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന എത്രയോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം നന്മ വാരിക്കോരിച്ചൊരിയുന്നു. കാരണം അവർ ദൈവത്തെങ്കിലേക്ക് ഇന്ന് മടങ്ങി വരണം. കാരണം ദൈവം നന്മയായതുകൊണ്ട് ദൈവത്തിന് ആരുടെയും അടുത്ത് തിന്മ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൽ ലോകം മുഴുവനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യഭിചാരം എന്ന പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. വ്യഭിചാരം എന്ന പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ലൈസൻസുള്ള വ്യഭിചാരശാലകളുണ്ട്. ഇന്ത്യയിലുണ്ട് ലൈസൻസുള്ള വ്യഭിചാരശാലകൾ. ഇത് ലോകത്തിൻ്റെ പല മേഖലകളിലുണ്ട്. പല സ്ഥലങ്ങളിലും വ്യഭിചാരം എന്ന തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ, ചില രാജ്യങ്ങളിലൊക്കെ ഈ വ്യഭിചാരം എന്ന പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് രോഗം പടർന്നു പിടിച്ച് എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മരിച്ചു വീഴുന്ന അനേകം വ്യക്തികളുടെ ചരിത്രങ്ങളും സംഭവങ്ങളും പ്രിയ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവരോടും നന്മ പ്രവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ കൊള്ളയും കൊലയും നടത്തിക്കൊണ്ട് ജീവിക്കുന്ന അനേകം തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. പലതരത്തിലുള്ള സുഖേച്ഛകൾക്കും പാപ സ്വഭാവങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കുമെല്ലാം അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവം അവരോടെല്ലാം നന്മയാണ് ചെയ്യുന്നത്. അതായത് അവിടുത്തെ പ്രകാശം, ദൈവം പ്രകാശമാണ്. ആ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൽ അന്ധകാരമില്ല. അപ്പോൾ അന്ധകാരത്തിൽ ജീവിക്കുന്ന മക്കളിലേക്ക് പ്രകാശമാകുന്ന ദൈവം തൻ്റെ പ്രകാശം വഹിച്ചുകൊണ്ട് അവരിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാൻ ഓരോ ദിവസവും അവിടുന്ന് നീട്ടിക്കൊടുത്തുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന കർത്താവ്. ഭക്ഷണത്തിൻ്റെ ആയാലും ശരി, വായുവിൻ്റെ കാര്യത്തിലായാലും ശരി, ഓക്സിജൻ്റെ കാര്യത്തിലായാലും ശരി, പല തരത്തിലുള്ള രോഗത്തിൻ്റെ പീഡകളിൽ നിന്നുള്ള മോചനം കൊടുത്തായാലും ശരി, ദൈവം നന്മയുടെ ഉറവിടമാകുന്ന ദൈവം അവർക്കെല്ലാം നന്മ ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനേകം മേഖലകളിൽ നന്മ ചെയ്യാതെ തിന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചു പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? തിന്മ പറഞ്ഞുകൊണ്ടും തിന്മ പ്രവർത്തിച്ചുകൊണ്ടും ജീവിച്ച അനേകം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നീതിമാനായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല. നീതിമാൻ ദൈവമേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നീതിമാന്മാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇടവകകളിലുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ മാനസാന്തരപ്പെട്ട് ദൈവികമായ വചനമൊക്കെ പ്രഘോഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള വ്യക്തികളും ഞാൻ ക്ലിയറാണ്, അവനൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷവുമായിട്ട് പോകുന്ന വ്യക്തികളെ വിമർശിച്ചുകൊണ്ടും
അവരുടെ പഴയകാല മേഖലകൾ, ഉപേക്ഷിക്കപ്പെട്ട മേഖലകളെ ഉയർത്തി കാണിച്ചുകൊണ്ടും ജീവിക്കുന്ന പകൽമാന്യന്മാരായിട്ടുള്ള വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവം അവരിലേക്കും കരുണ വർഷിക്കുന്നു. സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ കരുണ വർഷിക്കുന്നു. അവർക്കെതിരെ തിന്മ പറയുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് ദൈവം കരുണ വർഷിക്കുന്നു. സഭയിൽ കിടന്ന് കൂട്ടയടി നടത്തുന്ന വ്യക്തികളിലേക്കും കർത്താവ് കരുണ വർഷിക്കുന്നു. അവർക്കും നന്മയായിട്ടുള്ളതെല്ലാം കർത്താവ് ചെയ്തു കൊടുക്കുന്നു. കാരണം ഇവരെല്ലാവരും കർത്താവിൻ്റെ മക്കളായിപ്പോയി. ഈ മക്കള് തോന്നിവാസം നടക്കുമ്പോഴും കർത്താവ് നല്ലവനും നന്മയുടെ പൂർണ്ണതയുമായതിൻ്റെ പേരിൽ ഇവരുടെ ജീവിതത്തിലേക്ക് നന്മ വർഷിക്കുന്നു. ഇവരെപ്പോലെ ഒരു തിന്മ ചെയ്യുന്ന ഒരു ദൈവമായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് തിരിച്ചറിയുക. ദൈവമായ കർത്താവ് പാപിനിക്ക് പോലും പാപമോചനം കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് നന്മ ചെയ്യുന്നു. തിന്മയിലായിരിക്കുന്ന നമ്മളിലേക്കും തിന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന നമ്മളിലേക്കും അവിടുന്ന് നന്മ വർഷിച്ചുകൊണ്ട് നമ്മയും ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ആ നന്മ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ആ നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നന്മയുടെ ഉറവിടമാകുന്ന ദൈവമേ, പാപിനിക്ക് പോലും അവിടുന്ന് നന്മ ചെയ്തുവല്ലോ. ഇന്ന് പാപകരമായ ജീവിതം നയിക്കുന്ന ഓരോ മക്കളിലേക്കും അവിടുന്ന് സൂര്യനെ ഉദിപ്പിക്കുകയും പ്രകാശം കൊടുക്കുകയും ജീവൻ കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ അനന്തമായ സ്നേഹവും വാത്സല്യവും കരുണയുമെല്ലാം അവിടുന്ന് ചൊരിയുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അവിടുന്ന് നന്മയാണെന്നും ആ നന്മ മറ്റുള്ളവരിലേക്ക് അങ്ങയുടെ നന്മ സ്വീകരിച്ചുകൊണ്ട് പങ്കുവയ്ക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.